ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ABC മുതൽ, അതായത് വളരെ അടിസ്ഥാനം മുതൽ ഇംഗ്ലീഷ് പഠിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 5-6 വീഡിയോ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ. ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം, ഞാനത് ഉറപ്പ് തരും. ദാറ്റ് ഈസ് മൈ അഷുറൻസ്. ഇത് കണ്ടതിന് ശേഷം ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് എൻ്റെ അടിയിൽ എഴുതുക. ദ കമൻറ്റ് ഇഫ് പോസിബിൾ ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ്. അതായത് എളുപ്പമാണെങ്കിൽ, പോസിബിൾ ആണെങ്കിൽ അത് ഇംഗ്ലീഷിൽ എഴുതാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. ഐ ലൈക്ക് ഇറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, വാണ്ട് ഇംപ്രൂവ്മെൻറ്റ്, ഐ കാൺ അണ്ടർസ്റ്റാൻഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അടിയിലൊന്ന് എഴുതാൻ ശ്രമിക്കുക. തെറ്റ് വരുമ്പോൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. തെറ്റ് വരുത്തണം, എങ്കിലേ നമുക്ക് പിന്നെ ശരി പഠിക്കാൻ പറ്റും. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല. ഏകദേശം 1 മിനിറ്റോളം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഡയറക്റ്റായിട്ട് ആ വീഡിയോയിലേക്ക് പോകാം. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം ദി ബിഗിനിങ്. വളരെ ബിഗിനിങ്ങിനായിട്ട് തുടങ്ങാൻ വേണം. അപ്പോൾ ബിഗിനിങ് തുടങ്ങുമ്പോഴത്തേക്ക് സാധാരണഗതിക്ക് ഗ്രീറ്റിങ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടത്, അല്ലേ? നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങളൊരാളെ കാണുമ്പോഴൊക്കെ നമുക്ക് ഗുഡ് മോർണിംഗ് പറയാം, ഗുഡ് ഈവനിങ് പറയാം, ഗുഡ് ആഫ്റ്റർനൂൺ പറയാം, ഇല്ലേ? അപ്പോൾ അത് നമുക്കറിയാം. ആദ്യം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കാലത്താണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഗുഡ് മോർണിംഗ്, MORNING, ഗുഡ് മോർണിംഗ്. ഇനി ഒരു 12 മണി മുതൽ 4-5 മണി വരെയൊക്കെ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. ഗുഡ് ആഫ്റ്റർനൂൺ, AFTERNOON, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഗുഡ് ഈവനിങ് പറയാം. ഗുഡ് ഈവനിങ്, EVENING, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഗ്രീറ്റിങ്സ് നമ്മൾ പഠിച്ചു, അല്ലേ? ആ 3 നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അത് പറയാൻ ശ്രമിക്കും. നെക്സ്റ്റ്, നമ്മൾ ഒരാളെ കാണും. പലപ്പോഴും നമുക്ക് ഹായ് അല്ലെങ്കിൽ ഹലോ എന്ന് നമ്മൾ പറയാറുണ്ട്. ഫോണിൽ കൂടെ വിളിക്കുമ്പോഴും നമ്മളിത് പറയാറുണ്ട്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പഴയ പരിചയമുള്ള ആളാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ചോദിക്കാം. അതായത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൗ ആർ യു. ഹൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ, ആർ ആകുന്നു, യു നിങ്ങൾ എങ്ങനെയാകുന്നു, അതായത് നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് ചോദ്യം. ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം ഐ ആം ഫൈൻ, ഐ ആം ഫൈൻ, അല്ലെങ്കിൽ ഐ ആം ഗുഡ്. ആം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുന്നു. ഐ ആം ഫൈൻ, ഞാൻ ഫൈൻ ആകുന്നു. അല്ലെങ്കിൽ ഐ ആം ഗുഡ്, എനിക്ക് നല്ല സുഖമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുമല്ലെങ്കിൽ ഐ ആം ഓക്കെ. പിന്നെ നമുക്കൊരു നിവൃത്തിയില്ല, നല്ല പരിചയക്കാരാണെങ്കിൽ നമ്മളെ സിറ്റുവേഷൻ നമുക്ക് പറയാം. ഐ ആം ടയേർഡ്, ഐ ആം നോട്ട് വെൽ, ഐ ആം നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, ഞാൻ നല്ല മൂഡിലല്ല, ഐ ആം നോട്ട് ഇൻ എ ഗുഡ് സിറ്റുവേഷൻ. ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഈ മൂഡും സിറ്റുവേഷനും എല്ലാം നമ്മൾ ഇംഗ്ലീഷ് വാക്കാണെങ്കിലും മലയാളം പോലെ ഉപയോഗിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ളതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കുറച്ചൊന്ന് മെച്ചപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പിടിച്ചുകൊണ്ട് ഒരു 2-3 സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഹൗ ആർ യു. ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഐ ആം ഫൈൻ. എന്നിട്ട് പറയാം ഒരു താങ്ക് യു പറയാം. എന്താണ് ഈ ചോദിച്ചല്ലോ എന്നുള്ളതിനൊരു മറുപടിയായിട്ട് ഐ ആം ഫൈൻ, താങ്ക് യു. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഐ ആം ഫൈൻ എന്ന് പറയും. എന്നിട്ട് നമുക്ക് അവനെ പറ്റി ചോദിക്കും, ഇല്ലേ? അവൻ എങ്ങനെയാണ്. ആൻഡ് യു. ആൻഡ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൗ അബൌട്ട് യു, നിങ്ങളെക്കുറിച്ച് എന്താവുന്നു, അല്ലെങ്കിൽ ഹൗ ആർ യു എന്ന് എന്നെ തിരിച്ച് ചോദിക്കാം. വേറെ ഒന്നും നമ്മൾ പഠിക്കാൻ നിൽക്കണ്ട. അപ്പം എന്താണ് ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം ഫൈൻ, പിന്നെ ഒരു ചോദിച്ചതിനൊരു നന്ദി, താങ്ക് യു. എന്നിട്ട് തിരിച്ച് ചോദിക്കുക ആൻഡ് യു. അപ്പോൾ അവിടെ നിന്നും ആൻസർ വരും ഐ ആം ഫൈൻ, അല്ലെങ്കിൽ ഐ ആം ഗുഡ്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഒരാളെ കണ്ടാൽ സാധാരണയായി നമുക്ക് ചോദിക്കാൻ പറ്റുന്നു, ഇല്ലേ? ഇനി നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. അപ്പം അവിടെ നമ്മൾ അറിയേണ്ട 3 വാക്കുകൾ ആദ്യം 1 മാത്രം അറിഞ്ഞാൽ മതി. ആം, ആകുന്നു. ഐ ആം ഓക്കെ, ഞാൻ ഓക്കെ ആകുന്നു. അതേപോലെ ആം എന്നുള്ള വാക്കറിയാം നമ്മളെപ്പറ്റി പറയാനായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഐ ആം ശ്രീ, ഞാൻ ശ്രീ, അല്ലെങ്കിൽ എൻ്റെ പേര് പറയുക, നിങ്ങളുടെ പേര് പറയുക. ഐ ആം ശ്രീ, ഐ ആം ശ്രീകുമാർ. നെക്സ്റ്റ്, ഐ ആം എ സ്റ്റുഡൻറ്റ്, അപ്പം ഞാനൊരു സ്റ്റുഡൻ്റ് ആകുന്നു.
ഐ ആം ഫ്രം കേരള. ഞാൻ കേരളയിൽ നിന്നാവുന്നു, കേരളത്തിൽ നിന്നാവുന്നു. ഫ്രം FROM നിന്നും. അപ്പോൾ ഐ ആം ഫ്രം കേരള. അപ്പം എന്ത് പറഞ്ഞു? ഐ ആം ശ്രീ, ഐ ആം എ സ്റ്റുഡൻറ്റ്, ഐ ആം ഫ്രം കേരള. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സെൻറ്റൻസ് എല്ലായിടത്തും നമ്മൾ ഐ ആം പറയുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചുരുക്കാൻ പറ്റും. ഐ ആം ശ്രീകുമാർ, ഐ ആം എ സ്റ്റുഡൻറ്റ് ആൻഡ് ഫ്രം കേരള. ഈ ഒരു 3 സെൻറ്റൻസ് പറയാൻ എന്തെങ്കിലും പ്രയാസമുണ്ട്? ഐ ആം ശ്രീകുമാർ, ഐ ആം എ സ്റ്റുഡൻറ്റ് ആൻഡ് ഫ്രം കേരള. പിന്നെ ഇപ്പം എവിടെ പോകണമെന്നെങ്കിലും നമുക്ക് പറയാം, അതോടെ നിൽക്കട്ടെ. പിന്നെ ഈ വേറൊരുത്തനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഒരു പേര് ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആമല്ല അവിടെ ഉപയോഗിക്കുന്നത്, ഈസാണ് ഉപയോഗിക്കുന്നത്. ഹി ഷീ ഇത് വരുമ്പോൾ ഹി ഈസ് എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഹി ഈസ് എ ടീച്ചർ. ഹി ഈസ് എ സ്റ്റുഡൻറ്റ് ആൻഡ് ഫ്രം കേരള അല്ലെങ്കിൽ ഹി ഈസ് ഫ്രം കേരള. ഇത്രയും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഈസിൻ്റെ ഉപയോഗവും നമ്മൾ പഠിച്ചു. അപ്പോൾ ആമിൻ്റെ അർത്ഥവും ഈസിൻ്റെ അർത്ഥവും ആകുന്നു എന്ന് തന്നെയാണ്. ഇനി ഒന്നുകൂടെ ഇവിടെ കടന്നു വരും, അതായത് ആർ. ആം ഈസ് ആർ. ഈ ആറിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെയും അർത്ഥം ആകുന്നു എന്ന് തന്നെയാണ്. അതെന്ന് പറയുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളപ്പോൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഈ വെർബ് ആർ. ദേ വന്നു കഴിഞ്ഞാൽ ദേ ആർ. ദേ ആർ സ്റ്റുഡൻസ്. അവർ കുട്ടികൾ ആകുന്നു. ദേ ആർ ഫ്രം കേരള. അവർ കേരളത്തിൽ നിന്നാകുന്നു. നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിച്ചു. ഒരു കുറച്ച് കാര്യമേ ഉള്ളൂ. ഇത് അറിയാമെന്നുള്ളൊരു പെട്ടെന്നൊന്ന് സ്കിപ്പ് ചെയ്ത് പോയി ഒന്ന് കാണുക, എന്നിട്ട് അടുത്ത വീഡിയോ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മറ്റുള്ളവർ ദയവായി എന്നോട് ക്ഷമിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? ഹൗ ആർ യു, എങ്ങനെ ആകുന്നു, അതെങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെക്കുറിച്ച് പറയാൻ പഠിച്ചു. ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ രാം അല്ലെങ്കിൽ സീത, അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. രാം ഈസ് എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ രാം ഈസ് എ ടീച്ചർ. രാം ഈസ് ഫ്രം കേരള. രാമൻ കേരളത്തിൽ നിന്നാകുന്നു. അപ്പം അങ്ങനെ സെൻറ്റൻസ് ഒന്ന് ചെറുതായിട്ട് മാറ്റി. അപ്പം ഇങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഐ ക്യാൻ ഗീവ് യു ആൻ അഷ്വറൻസ്. എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും, തീർച്ചയായും നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേർ ഷുഡ് കീപ്പ് യുവർ ബാർ. നിങ്ങളുടെ ആ ലെവൽ എവിടെ വയ്ക്കണം നിങ്ങൾ തന്നെ ആദ്യം തീരുമാനിക്കും. എത്രത്തോളം ഡീപ്പിലേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആദ്യമേ നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നവരെ കേട്ടിട്ട് അതുപോലെ പറ്റുന്നില്ലല്ലോ എന്ന് ഉപയോഗിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. സ്ലോയിൽ തുടങ്ങുക. പതുക്കെ പതുക്കെ നമുക്കും ഒരു ലെവലിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ signing off. Until meet again with another interesting video. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ തൽക്കാലം ഇവിടെ നിന്നും വിട പറയും. ഓക്കെ, താങ്ക് യു.